ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. 10 വർഷം കൂടിയിട്ടാണ് ആ ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അവൻ വരുമ്പോൾ ഞാനുണ്ടാവില്ല, ഞാൻ വരുമ്പോൾ അവനുണ്ടാവില്ല. അത്ര ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് അവനെ കൂട്ടാനാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ പ്രിൻറ്റോനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കിടുവാണ്. ആശാൻ വരുന്നുണ്ട്. ദുബായിൽ നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ദുബായിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അടിപൊളിയല്ലേ? വിശേഷം ഫ്രണ്ടിനെ പിക്കപ്പ് ചെയ്യുന്നതും അവനെ വീട്ടിൽ കൊണ്ടാക്കുന്നതും. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ്. 10 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും വരും. പക്ഷേങ്കിൽ ഞാൻ വരുമ്പോൾ അവനുണ്ടാവില്ല, അവൻ വരുമ്പോൾ ഞാനുണ്ടാവും. ഈ ഒരു പ്രശ്നമാണ് ഞങ്ങൾ കാണാതെ. കുലിക്കല് 110 പോകുന്നത്, അതുകൊണ്ട് മീറ്ററൊക്കെ അടിച്ചു പോയ. മീറ്ററിലുള്ളതിനാട്ടിൽ സ്പീഡിൽ പോകുന്നതുകൊണ്ടാ മീറ്റർ അടിച്ചു. തമാശയാണ്. തമാശ എന്നും എന്റെ വീക്ക്നെസ് ആണ്. തമാശക്കാരനാണ് ഞാൻ. എപ്പോഴും നമ്മൾ ചിരിച്ചോണ്ട് വണ്ടി ഓടിക്കണം. ഇങ്ങനെ ഇളിച്ചു പിടിക്കണം, ഇങ്ങനെ ഇളിച്ചു കളിക്കാൻ. എന്നിട്ട് ചുറ്റും നോക്കാം. എന്തെങ്കിലും പറഞ്ഞാലോ? പറഞ്ഞാൽ കഴിയില്ല, ഇങ്ങനെ പിടിക്കണം. അത് ഇളിമ്പനായിട്ട് പിടിക്കണം. ഇളമ്പനോ? ഇളിമ്പൻ. പുതിയ വാക്കൊക്കെ ലോഡായി. പുതിയ വാക്ക് റീലോഡ്. സോറി, ലോഡഡ് അല്ല, അൺലോക്ക് ചെയ്തു. പുതിയ വാക്കൊക്കെ അൺലോക്ക് ചെയ്യുകയാണ്. സത്യം. ഇളമ്പൻ. ഇളമ്പൻ മീൻസ് ഇളിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പം കണ്ണൂർ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൺ ദ വേ ആണ്. എവിടെ എത്തി? ഏകദേശം ശ്രീകണ്ഠാപുരം കഴിഞ്ഞു ഗൈസ്. ശ്രീകണ്ഠാപുരം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോ ശ്രീകണ്ഠാപുരം കഴിഞ്ഞു ഗൈസ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. ഒടുക്കാത്ത വളവാണ്. അതുകൊണ്ട് ഒരു രീതിയിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ സാധിക്കത്തില്ല. അതെ, ഭയങ്കര വളവാണ്. 360 ഡിഗ്രിയിൽ വളയ്ക്കണം. എല്ലാരും കേട്ടല്ലോ. വണ്ടി വളയ്ക്കണം എന്നാണ് പറഞ്ഞത്. 360 ഡിഗ്രി വളയ്ക്കുക. ഈ റൂട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള കല്ലിലോട് പോകുന്നതാണ്, കല്ലുമണ്ടി.
ഇഷ്ടംപോലെ കല്ലുവണ്ടികൾ. കല്ലുവണ്ടി ഇത് എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. വെട്ടുകല്ല് പറയാം. കണ്ണൂർ അങ്ങനെ ചില ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. കണ്ണൂരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അധികം നാടുകൾ ഉണ്ടാവില്ല. നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ട് സുഖമാണ്. ഇതുപോലെ വളവ് വരുമ്പോൾ ഇവിടെ അങ്ങനെ ഡ്രസ്സിൻ്റെ അധികം ചീറിപ്പാച്ചിലില്ല. കാരണം വെച്ചാൽ ഫുള്ള് വളവാണ്. ഫുള്ള് വളവെന്ന് പറഞ്ഞാൽ ഫുള്ള് വളവ്, ഒന്നൊന്നര വളവ്. ഇന്ന് കത്തിക്കരിക്കുന്ന വേണം. നമ്മുടെ വണ്ടിയാണോ? നമ്മുടെ വണ്ടിയാണോ? നമ്മുടെ വണ്ടിയാണോ? നമ്മുടെ വണ്ടിയാണോ? നമ്മളിപ്പം എത്താറായിട്ടില്ല. നമ്മൾ ശരിക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും സ്ഥലം പറയാം കടയുടെ ബോർഡ് നോക്കിയിട്ടാണ് അല്ലേ? ശരി നോക്കടി. ഇല്ലേ കാണുന്നില്ലല്ലോ. ഇരിക്കൂറത്തി. എനിക്ക് ഈ സ്ഥലപ്പേര് അറിയാം, പക്ഷെ മറന്നു പോയതാണ്. മറന്നു പോയ ഫേസ്. ഇരിക്കൂറത്തി. മറ്റേ സിനിമയ്ക്കകത്ത് സലിമാർ കൊച്ചി എത്തി. അതെല്ലാം പറഞ്ഞറിയോ? ഉണ്ട്. അത് ആ സിനിമയിലുണ്ട്. പുലിവൽ കല്യാണത്തിനകത്തുണ്ട്. സത്യം. ഇന്നലെയല്ല, ഇന്ന് രാവിലെ അതിന്റെ കോമഡി സീൻ ഉണ്ടായിരുന്നു. അതായിരുന്നു അതാ കൊച്ചി എത്തി. യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക. കാറിലാണെങ്കിൽ. ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റ് വെക്കുക നിർബന്ധമായും. കാറിൽ ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല. കാറിൽ ഹെൽമെറ്റ് കൂടി ഇടുവാണെങ്കിൽ പൊളിയായിരിക്കും. വേറെ ലെവലായിരിക്കും. നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മൾ ഇരിക്കൂർ എത്തിയാടാ. ഇരിക്കൂർ. ഇതാണ് ഇരിക്കൂർ. ഇവിടുത്തെ വളമാണ്. അതാ കുഴപ്പം. അങ്ങനെ ഓട്ടേക്ക് കയറി പോകാൻ പറ്റും. നല്ല വളവ് വണ്ടിയാണ്. അങ്ങനെ ഗൈസ് കണ്ണൂർ എയർപോർട്ടിലെത്തി ഗൈസ്. നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ എൻ്റർ ചെയ്യാൻ പോവാണ്. നമ്മളങ്ങനെ എൻ്റർ ചെയ്യാൻ പോവാണ്. കണ്ണൂർ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഉള്ളിൽ കയറിയിരിക്കുന്നു ഗൈസ്. നമ്മളിവിടെ എൻട്രൻസിൽ എത്രയോ പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു. എത്രയാണെന്ന് വലിയ പിടിപാടില്ല. നോക്കാല്ലേ? നോക്കാം. ആ കാറ് കിട്ടിയില്ല. ആ കാറ് പോയി. കാറ് കിട്ടിയത് പൊളിയായിരുന്നു. ഇവിടെയല്ലേ? ഗൈസ് നമ്മളങ്ങനെ എയർപോർട്ടിലാണുള്ളത് കേട്ടോ ഗൈസ്. അപ്പം നമ്മളവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളിൽ കയറി കേട്ടോ. കണ്ടോ ഒരാൾ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇത് കണ്ടോ. കൂട്ടത്തിൽ ഒരാൾ നിൽക്കുന്നു സുന്ദരിയായിട്ട്. ലുക്കാണെങ്കിൽ പറയണം ഗൈസ്. കമൻറ്റ് ചെയ്യണം ഗൈസ്. ഹലോ ഗൈസ്. എയർപോർട്ടൊക്കെ അല്ലേ? ഇത് പിടി നമുക്കുള്ള സാധനം അത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്താണ്. എത്തി ഒരു ഹായ് പറയോ? ഹലോ. എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ പ്രിൻറ്റോനെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പ്രിൻറ്റോ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അവർ ഭയങ്കര ക്ഷീണമായിരുന്നു അല്ലേടി? യാത്ര ചെയ്ത് തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടാക്കി നമ്മൾ തിരിച്ചു പോവാ കേട്ടോ. സമയം നല്ലോണം ആയി അല്ലേ? ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതാ പറയാനുള്ളത്. നല്ല ഇരുട്ടാ കേട്ടോ. അപ്പം ശരി,
ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ. ബൈ.